2020 എന്ന അരാഷ്ട്രീയ പ്രസ്ഥാനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബി.ജെ.പി. സഖ്യത്തിന്റെ ഭാഗമായത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സാബു എം ജേക്കബിന്റെ ഈ നീക്കം കേവലം രാഷ്ട്രീയ നിലപാടല്ലെന്നും മറിച്ച് ഇ.ഡി. നടപടികളിൽ നിന്നുള്ള രക്ഷപ്പെടലാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. എറണാകുളം ഡി.സി.സി. പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഒരിക്കലും ബി.ജെ.പിയിലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് നിലപാട് മാറ്റിയത് സംശയാസ്പദമാണെന്ന് ഷിയാസ് ചൂണ്ടിക്കാട്ടി. ഒരു നോട്ടീസ് വരുമ്പോൾ നിലപാടുകൾ മാറ്റുന്നവർക്ക് എന്ത് രാഷ്ട്രീയ വിശ്വസ്തതയാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. 2020 എന്ന പാർട്ടി ഇതോടെ അവസാനിച്ചിരിക്കുകയാണെന്ന് ഷിയാസ് പരിഹസിച്ചു. ജനക്ഷേമം മുൻനിർത്തി രൂപീകരിച്ചുവെന്ന് അവകാശപ്പെട്ട പാർട്ടി ഒടുവിൽ അധികാരം നിലനിർത്താനും കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുമായി വർഗീയ പാർട്ടിയുടെ ചുവട് പിടിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ രാഷ്ട്രീയ ചതി തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയുമെന്ന് ഡി.സി.സി. പ്രസിഡന്റ് പറഞ്ഞു. രാഷ്ട്രീയ നട്ടലില്ലാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ മലക്കമറിയാൻ കഴിയൂ. ഇ.ഡിയുടെ പേരിൽ ഒരു ഭീഷണി ഉയർന്നപ്പോഴേക്കും സംഘപരിവാർ പാളയത്തിൽ അഭയം തേടിയത് സാബു ജേക്കബിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാണ്. ഇത് 2020യെ വിശ്വസിച്ച അണികളോടുള്ള വഞ്ചനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടികളുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട സാബു എം ജേക്കബിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിവരികയാണ്. ഫെമ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന ഗൗരവകരമായ ആരോപണമാണ് കിറ്റെക്സ് ഗ്രൂപ്പിൽ മേൽ ഉയർന്നിരിക്കുന്നത്. ഈ കേസിലെ നടപടികൾ കടുപ്പിക്കുന്നതിനിടെയാണ് രാഷ്ട്രീയ പ്രവേശനം നടന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 3 തവണ ഇ.ഡി. നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സാബു നേരിട്ട് ഹാജരാകാതെ തന്റെ ചാർട്ടേഴ്സ് അക്കൗണ്ടിനെയാണ് അയച്ചിരുന്നത്. സാബു ജേക്കബ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന് ഇ.ഡി. കർശന നിർദ്ദേശം നൽകിയതോടെയാണ് എൻ.ഡി.എ പ്രവേശനം വേഗത്തിലായതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇ.ഡി. നടപടികൾ തടയാൻ കേന്ദ്ര ഭരണകക്ഷിയായ ബി.ജെ.പിയുടെ തണൽ തേടുക എന്ന തന്ത്രമാണ് സാബു പയറ്റുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം നേടിയ ഒരു സംഘടന വളരെ പെട്ടെന്ന് സഖ്യത്തിലേക്ക് നീങ്ങിയതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ്. ഇക്കാര്യം ജനങ്ങൾക്കിടയിൽ സജീവമായി ചർച്ച ചെയ്യാനാണ് യു.ഡി.എഫിന്റെ തീരുമാനം. അഴിമതിക്കും അന്വേഷണങ്ങൾക്കും എതിരെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന ബി.ജെ.പി. കേസുകളിൽപ്പെട്ടവരെ സ്വന്തം പാളയത്തിൽ എത്തിച്ച് സംരക്ഷിക്കുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇത് ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പാണെന്നും ഷിയാസ് ആരോപിച്ചു. എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ 2020യുടെ ഈ നീക്കം വലിയ സ്വാധീനം ചെലുത്തും. കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സാബു ജേക്കബിന് ലഭിച്ചിരുന്ന പിന്തുണ ഈ രാഷ്ട്രീയ മാറ്റത്തോടെ ഇല്ലാതാകുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. മതേതര വോട്ടുകൾ 2020ക്ക് ഇനി ലഭിക്കില്ലെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷം. താൻ നേരിട്ട അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന സാബു ജേക്കബ് ഇ.ഡിയെ ഭയന്ന് ഓടുന്നത് പരിഹാസ്യമാണെന്ന് സോഷ്യൽ മീഡിയയിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇ.ഡി. അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും സാബു ജേക്കബിന്റെ രാഷ്ട്രീയ ഭാവി.